അലൻ്റെ ജീവൻ കവർന്നെടുത്ത കാട്ടാന. ഏപ്രിൽ 6-നായിരുന്നു സംഭവമുണ്ടായത്. അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന്. വീട്ടിലെത്തി കേക്ക് മുറിച്ച് സർപ്രൈസ് കൊടുക്കണമെന്ന സന്തോഷത്തിൽ അമ്മ വിജിക്കൊപ്പം വരുമ്പോഴാണ് സംഭവം. ആനയുടെ ആക്രമണം ഉണ്ടായതും കൊല്ലപ്പെടുന്നതും. സഹോദരി ആൻമേരിക്ക് ഇക്കാര്യം അറിയുമായിരുന്നെങ്കിലും അമ്മയോട് ഇക്കാര്യം അലൻ പറഞ്ഞിരുന്നില്ല. വീട്ടിലെത്തിയ ശേഷം ആഘോഷിക്കണമായിരുന്നായിരുന്നു പരിപാടി. അതിനായി അലൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ബന്ധു മനുകണ്ഠനോട് രാത്രി കേക്ക് വാങ്ങി വീട്ടിലെത്തിക്കാൻ പറഞ്ഞിരുന്നു. ജോലി കഴിഞ്ഞ് വരുന്നിടെ കേക്ക് വാങ്ങിച്ച് അലൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട മനു ആൻമേരിക്ക് ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ല. പലതവണ ഫോൺ ചെയ്തെങ്കിലും വിളിച്ചെങ്കിലും അവർ എടുത്തില്ല. പന്തികേട് തോന്നിയ മനു വിജിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്ത ബന്ധു വിവരമറിയിച്ചത്. ഉടനെ മനു ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ചെറിയൊരു ഷെഡ്, അതിലായിരുന്നു അലൻ ജോസഫിൻ്റെയും അമ്മയുടെയും ഒപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത്. ഒരു കുടുംബത്തിന് താങ്ങും തണലുമാകാൻ നല്ലൊരു ജോലി സമ്പാദിക്കണം, പാതി മാത്രമായ വീടിൻ്റെ പണി പൂർത്തിയാക്കണം ഇതൊക്കെയായിരുന്നു അലൻ ജോസഫിൻ്റെ സ്വപ്നം. ഇല്ലായ്മകളോട് പടപൊരുതിയാണ് അലൻ വളർന്നത്. ബിരുദം നേടിയിട്ടുണ്ട്. പക്ഷേ BEd കഴിഞ്ഞ് ഒരു മാഷാകണമെന്നായിരുന്നു അവൻ കൊതിച്ചത്. അമ്മയുടെ രോഗാവസ്ഥ കണക്കിലെടുത്താണ് അലൻ കൊല്ലത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് വീട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനു വേണ്ടി പാലക്കാട്ടേക്ക് വന്നതെന്ന് സുഹൃത്തും സഹപ്രവർത്തകനുമായ ജയ്മോൻ പറഞ്ഞു. 4-ാം തീയതിയാണ് അലൻ കൊല്ലത്തു നിന്ന് പാലക്കാട്ടെത്തിയത്. ജില്ലയിൽ തന്നെ എന്തെങ്കിലും തൊഴിൽ നോക്കാമെന്നായിരുന്നു അലൻ്റെ പദ്ധതി. ഊർജ്ജസ്വലനായി ജോലി ചെയ്യുമായിരുന്നു. പാസ്റ്ററാകാനും ആഗ്രഹിച്ചുവെന്നാണ് ജയ്മോൻ പറഞ്ഞു.